19 ദിവസമായി ഒരു മനുഷ്യൻ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഹങ്കർ സ്ട്രൈക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര യുവതലമുറയിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ പഠിച്ചു. അദ്ദേഹം ഒരു മതാചാര്യനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അനുയായി ഒരു പ്രൊഫറ്റിക് ഡിവൈൻ ടച്ച് ഉള്ള ഒരാളൊന്നുമല്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തെ പഠിക്കണത്? അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സബ്ജക്ട് എന്താണ്? അദ്ദേഹം ടേക്ക് ഔട്ട് ചെയ്ത മാറ്റർ എന്താണ്? അതെങ്കിലും നമ്മൾ പഠിക്കണ്ടേ അല്ലേ? അപ്പൊ അത് വലിയൊരു വിഷയം തന്നെയാണല്ലോ പുതിയ ലോകത്ത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ 19 ദിവസമായിട്ട് ഒരു മനുഷ്യൻ 9.5 കിലോ അദ്ദേഹത്തിന്റെ മേത്തുനിന്ന് കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ 9.5 കിലോ 10-18 ദിവസം കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോകണമെങ്കിൽ എത്ര പരിത്യാഗപൂർണമായിരിക്കുന്ന നിരാഹാര സമരത്തിന്റെ ആഴത്തിലേക്കായിരിക്കും അദ്ദേഹം കടന്നുപോയത്. എന്തിനാണ് അല്ലേ? ലഡാക്കിൽ ജനിച്ച ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ ബിടെക് ബിരുദധാരിയായ ഒരു എഞ്ചിനീയർ, ഒരു ഇന്നോവേറ്റർ, ഒരു എഡ്യൂക്കേറ്റർ, ഒരു സോഷ്യൽ ആൻഡ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രഖ്യാതനും പ്രശസ്തനാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനൊന്നല്ല, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ. ഇന്ത്യയുടെ ഒരുപാട് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാടായ ലഡാക്കിലൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ നല്ല ഇൻവോൾവ്മെന്റ് നടത്തിയ ഒരു ലീഡിംഗ് പേഴ്സണാലിറ്റിയാണ് സോനം വാങ്ചുക്. അദ്ദേഹം ഇപ്പോ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. എന്തിനാണ്? രാജ്യത്തെ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളിൽ ഒരുപാട് കുട്ടികൾ വഴിയാധാരായി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ സാധ്യമാവാതെ പോയി. അതിന്റെ പേരിൽ ആത്മഹത്യ നടന്നു. ആ പരാതികൾക്ക് ഇടയാക്കപ്പെട്ട നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തുമ്പോൾ ആദ്യം പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികൾ അവരുടെ മനസ്സംഘർഷം കാരണം രണ്ടാമത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പോലും മാനസികമായിട്ട് ഒരുങ്ങാൻ കഴിയാത്ത എത്ര കുട്ടികൾ ഈ രാജ്യത്തുണ്ടായി. അതിന് മറുപടി പറയേണ്ടത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിരാഹാരത്തിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ നാളെ മരണപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുമ്പോൾ പുഷ്പചക്രം അദ്ദേഹത്തിന്റെ നെഞ്ചകത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവന്റെ അന്ത്യോപചാരത്തിന്റെ അന്ത്യകൂദാശ ഈ രാജ്യത്തെ ആർക്കും ആവശ്യമില്ല. അവരുടെ സപ്പോർട്ടും ആവശ്യമില്ല. ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് ചെയ്യൂല. പിന്നെ കതിരിന്മേൽ വളം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇല്ല. അതുകൊണ്ട് അവൈക്കണിങ് നടക്കേണ്ടത് ഇപ്പോഴാണ്. സപ്പോർട്ടിങ് നടക്കേണ്ടത് ഇപ്പോഴാണ്. വെൽവിഷേഴ്സ് ആകേണ്ടത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഡോണ്ട് ലെറ്റ് ഹിം ടു ഡൈ. അദ്ദേഹത്തെ മരിക്കാൻ വിടരുത് നമ്മൾ.